നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ISLലെ കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. ആദ്യ 2 മത്സരങ്ങൾ കൊച്ചിയിൽ കളിച്ച ബ്ലാസ്റ്റേഴ്സിന് നാളത്തെ മത്സരം എവേ മത്സരമാണ്. നാളെ രാത്രി 7:30 ഗോഹട്ടിയിലാണ് നോർത്ത് ഈസ്റ്റുമായിട്ട് ഏറ്റുമുട്ടുന്നത്. നോർത്ത് ഈസ്റ്റ് നമുക്കറിയാവുന്ന പോലെ ഡ്യൂറൻ കപ്പൊക്കെ വിജയിച്ച് അവരുടെ കിരീടമില്ല എന്നുള്ള ഭാരം ഇറക്കിയാണ് വരുന്നതെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ആദ്യ കിരീടത്തിനായിട്ടുള്ള ആ ഒരു പ്രയാണം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പോൾ മിക്കായൽ സ്റ്റാറെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ആരാധകർക്ക് അറിയേണ്ട കാര്യം നാളെ ലൂണ കളിക്കുമോ എന്നുള്ളതാണ്. അതിനുള്ള മറുപടി പക്ഷേ അദ്ദേഹം അങ്ങ് വിട്ടു പറയാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞത് യു വിൽ സീ ടുമാറോ എന്നാണ്. നാളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ കുറിച്ച്, ഈ ഗെയിമിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഞങ്ങൾ നേരിടാൻ പോകുന്നത് ഒരു മികച്ച ടീമിനെതിരെയാണ്. വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, വെൽ കോച്ച്ഡ് ആയിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില താരങ്ങളുള്ള മികച്ചൊരു ടീമിനെയാണ് ഞങ്ങൾ നേരിടാൻ പോകുന്നത്. ഒബ്വിയസ്ലി അവർ ഡ്യൂറൻ കപ്പ് വിജയിച്ചിട്ടുമുണ്ട്. എപ്പോഴും ഹമ്പിളായിട്ട് നിൽക്കാനാണ് ഞങ്ങൾ ഇപ്പം ശ്രമിക്കുന്നത്. ഞങ്ങളുടെ സ്വന്തം ഗെയിമിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അങ്ങനെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ആദ്യ മത്സരത്തിലെ ആ ഒരു വിന്നിംഗ് മൊമെൻറ്റം തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് കോച്ച് ഇപ്പോൾ പറയുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ മത്സരത്തിലെ ആ ഒരു വിന്നിംഗ് മൊമെൻറ്റം തുടരാനാണ് ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്. അതാണ് കോച്ച് പറയുന്നത്. ആദ്യ കളി തോറ്റെങ്കിലും രണ്ടാമത്തെ കളിയിൽ കൊച്ചിയിൽ വെച്ച് ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചതിൻ്റെ ആത്മവിശ്വാസമുണ്ട്. ആ ഒരു വിന്നിംഗ് മൊമെൻറ്റം തുടരുക എന്ന ഉദ്ദേശത്തിലാണ് എവേ മത്സരത്തിനായിട്ട് ഗോഹട്ടിയിൽ എത്തിയിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ച് പറയുന്നത് എതിരാളികൾ മികച്ചവരാണ്, സംശയമില്ല, നല്ല പോരാട്ടം നടക്കും, കാര്യങ്ങൾ എളുപ്പമാവില്ല എന്നറിയാം, ഞങ്ങളുടെ ഫോക്കസ് ഈ കളിയിലാണ്, ബുദ്ധിമുട്ടായിരിക്കുമെന്നറിയാം, പക്ഷേ വിന്നിംഗ് മൊമെൻറ്റം കീപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണുള്ളത് എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും പ്രതീക്ഷയിലാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.